ആ വണ്ടി അങ്ങോട്ടൊന്ന് സൈഡാക്കി. നീ ഇതങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ. ഹലോ 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 ഹലോ. നല്ല സമയം തന്നെ. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ വന്ന വഴി കറക്റ്റ് അല്ലേ? നമ്മളിപ്പോ ഇവിടെ ഇനി ആരോട് ചോദിക്കും? പറഞ്ഞ അടയാളങ്ങളൊക്കെ കൃത്യം. പക്ഷേ ഞവരൂർ കടവ് അങ്ങനെ ഒരു മയിൽക്കുറ്റി നമ്മൾ വരുന്ന വഴിക്കൊന്നും കണ്ടില്ലല്ലോ. ഗൂഗിൾ മാപ്പ് ഇല്ല. ആരെങ്കിലും കണ്ടിരുന്ന ചോദിക്കാനാ? ആരെങ്കിലും വേണ്ടേ? ഇപ്പൊ കുറച്ച് റേഞ്ച് ഉണ്ട്. എന്നാ നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഹലോ ഹലോ. വീണ്ടും കട്ടായി. ആരെയാ വിളിച്ചത്? ബാലകൃഷ്ണൻ സാറിനെ. വാ, കുറച്ചുപേരും കൂടെ മുന്നോട്ട് പോയി നോക്കാം. ആരെങ്കിലും കാണാതിരിക്കില്ല. എന്താ? ഞവരൂർ കടവിലേക്ക് ഇതുവഴിയാണോ പോകുന്നത്? എവിടേക്കാ? മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമില്ലേ അവിടേക്ക്. ആ ജൈവ കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലം. എന്തിനാ? അവിടെയുള്ള ആൾക്കാരെ TV കൂടെ ഒന്ന് കാണിക്കണം. ഒരു ലൈഫ് സ്റ്റോറി. ഓ, അതിനായിരുന്നോ? ഇവിടുന്ന് പോയാൽ ആദ്യത്തെ വള തിരിഞ്ഞാൽ കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ. കേട്ടോ? നീ ആ ചീരയൊക്കെ കണ്ടോ? ഞവരൂർ കടവിൽ നിന്നായിരിക്കും അല്ലേ?
ആഹാ എന്നാ പിന്നെ തെങ്ങിന് തടമെടുത്താ പോരായിരുന്നോ സാറേ? രാവിലത്തെ ഈ കസർത്തിനേക്കാളും നല്ലതേ തെങ്ങിന് തടമെടുക്കുന്ന അതാ നല്ല എക്സസൈസ്. നടുവിനൊരു പിടുത്തം ദാ അയ്യോ. ഈ വശത്ത് ചെറിയൊരു വേദനയും. തടവെടുപ്പൊക്കെ പണിക്കാരല്ലേ, അവരുടെ പണി ഞാൻ തടസ്സപ്പെടുത്തണോ? ആ നീ കൊടിത്തൈ കൊണ്ടുവന്നിട്ടുണ്ടോ? ആയിരിക്കുന്നു അതല്ലേ ഞാൻ എന്നാ രാവിലെ ഇട്. ഇങ്ങോട്ട് വെച്ച് പിടിച്ചത്. ആ, ദാ, പിടിച്ചോ. നല്ല ഇനമാണെങ്കിൽ കറുത്ത മുത്തിന്റെ വില കൂടും, എരിവും കൂടും. ആ സാറത് പിടിക്കേ. ഞാൻ ഈ പച്ചക്കറി ഒന്ന് അകത്ത് കൊടുത്തേച്ചു. നീയോ ചായ എടുത്ത് കുടിക്ക്. ആ ഇതാ ഇപ്പൊ നന്നായി. അതെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടാടി ഇപ്പോഴും മധുരമിട്ട് ചായ കുടിക്കാൻ പറ്റുന്നത്. ഓ, പിന്നെ. പുതിയ കുറെ ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ജൈവഘടനയെ കുറിച്ചുള്ളതാ. വായിച്ചാലും വായിച്ചാലും തീരാത്തതാ. മെഡിക്കൽ ലൈബ്രറിയിലേക്ക് വാങ്ങിയതാ. അകത്തിരിപ്പുണ്ട്. വേണ്ട സാറേ, പുസ്തകം കണ്ട നമ്മുടെ തല പെരുക്കും. നീ അതൊന്ന് വായിച്ചു തുടങ്ങ്. പുസ്തകങ്ങളോടുള്ള അലർജി മാറട്ടെ. വേഴാമ്പല നല്ല മഴയ്ക്കുള്ള കോളുണ്ടല്ലോ. വേഴാമ്പലും ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടായിരുന്നോ? ഇല്ല. നീ ആ ഞവരൂർ കടവിൽ പോയി താമസിക്കാതെ ഇവിടെ എങ്ങാനും വന്ന് താമസിക്കുക. ഇവിടുത്തെ ഷവറിന്റെ അടി കുളിച്ചാൽ മനസമാനം ഉണ്ടാവില്ല സാറേ. അവിടെ ആവുമ്പോൾ നല്ല ഒഴുക്ക് വെള്ളത്തിൽ മുങ്ങി കുളിക്കാം. ശരിയാ. രാവിലെ എണീറ്റ് ശുദ്ധവെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയും ചെയ്യാം. എന്നാ പിന്നെ എന്റെ കൂടെ താമസിച്ചോ. രാവിലെ മുങ്ങി കുളിക്കാം, ഒരു 100 കൊല്ലം ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയും ചെയ്യാം. റിട്ടയർമെന്റ് ആവാൻ 5-6 മാസം കൂടിയേ ഉള്ളൂ. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ മോനെ. രാവിലെ തുടങ്ങിയോ? അതെ, നിങ്ങൾക്കറിയാവുന്ന ആളായി ഫോണിൽ ഒന്ന് സംസാരിക്കൂ. എന്ത് സംസാരിക്കാൻ? ആരാ? ബാലകൃഷ്ണൻ സാറാ, ഒന്ന് ചോദിക്കോ. എന്ത് ചോദിക്കാൻ? മണ്ണിര കമ്പോസ്റ്റും ജൈവ കൃഷിയൊക്കെ ചെയ്യുന്ന ആളിനെ കുറിച്ച്. ഓ, കാശിയെ കുറിച്ചോ? ആ ഹലോ. ആ സാറിനെ കിട്ടി. ഹലോ. ദേ ആരോ കുറെ നേരമായിട്ട് വിളിക്കുന്നു. ആരാ? ആ നോക്ക്. ഹലോ ഹലോ. സാറേ, ഞാനാ മഞ്ജുള. ആ നീയോ? ഇവർക്ക് കാശിയെ കാണണമെന്ന്. അയാളിവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, അവരോട് അവിടെ നിൽക്കാൻ പറ. ഇപ്പം അങ്ങോട്ട് വരും. ആ ശരി സാർ. ആ ഇവിടെ തന്നെ നിന്നോ, ഇപ്പൊ വരും. ശരി. ഇപ്പോഴെങ്കിലും സാറിനെ കിട്ടിയ ഭാഗ്യം അല്ലേ? അതെ. വാ, നല്ലോണം കഴിയണം. എന്നിട്ട് പുഴക്കരയിലേക്ക് പൊക്കോ. അമ്മ വന്നിട്ട് കുളിച്ചാ മതിയേ. കഴിക്കുന്നില്ലേ? ഓണ വഴി കഴിച്ചോളാം. അതെന്താ, ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാ വയറ് നിറയില്ലേ? പിന്നെ 4 ദോശ പഞ്ചാര ആർക്ക് വേണം? എടി ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞിട്ടടി പഞ്ചാര കഴിക്കലെന്ന്. നീ എന്നെ പഞ്ചാര നോക്കാൻ നോക്കണം. ഒരു ദിവസം കഴിച്ചെന്ന് പറഞ്ഞ അസുഖമൊന്നും വരാൻ പോകുന്നില്ല. അത് പറ, നീ ആരടി? അല്ല അരുണത്തോട് ചോദിക്കാണ്. നീ ആര്? ഡോക്ടർ ഒന്നുമല്ലല്ലോ. എന്റെ കാലം ഇത്തിരി വിദ്യാഭ്യാസം നിനക്ക് കൂടുതൽ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ലോകപരിചയം കൊണ്ട് എനിക്കാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞൊന്നും വേണ്ട കേട്ടാ. ആ പിന്നെ കൊച്ചിനെ കുളിപ്പിക്കാൻ പോണേ കൊള്ളാം. ആ ചാനലുകാരായിട്ട് കൊഞ്ചാനും കൊഴാനും നിൽക്കരുത്. മനുഷ്യ, ചാനലുകാർ എന്നെ കാണാൻ വന്നതല്ല, കാശിയെ കാണാൻ വന്നതാ. എടി കാശിയെ കാണാൻ വന്നെങ്കിൽ അവർ കാശിയെ കണ്ടിട്ട് വെക്കോളും. അതുകൊണ്ട് നീ അവരെ തോളത്തിനടുത്ത് നടക്കുന്നത് പോണ്ട കേട്ടാ. തോളത്തെടുത്ത് വെക്കാൻ അവരെന്താ എന്റെ കുടുംബക്കാരാ? അയ്യടാ, ഞാൻ കണ്ടല്ല അവന്റെ ഫോണിൽ ചെയ്ത് വെച്ചിട്ട് കൊഞ്ചി സംസാരിച്ചോണ്ടിരിക്കണത്. ഓ, അപ്പൊ അതാണ് കാര്യം. ആദ്യം നിങ്ങളുടെ മനസ്സ് നന്നാക്ക മനുഷ്യ. കൊഞ്ചിക്കൊഴഞ്ഞ പോലും. എന്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ്. ഇപ്പൊ പറയുമ്പോ ഞാൻ കുറ്റക്കാരനായി. ആ ചാനൽ പോകുന്നത് നീ വീട്ടിന്റെ പുറത്തിറങ്ങി പോരുത്. മക്കളെ, നീ പോയി തന്നെ കുളിച്ചാൽ മതി കേട്ടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ അവളെ ചാനലുകാർ. ഇവരെ കൊണ്ട് ഞാൻ ശരിക്ക് കറക്ക്. അജയോ ഓയ്, ഒന്ന് നില്ലടാ പോയി. ഒരു കാര്യം പറയട്ടെ. കാശിക്ക് കോളടിച്ച് പത്രക്കാരായി ടി വിക്കാരായി പ്രസിഡന്റിന്റെ മെഡൽ വരെ കിട്ടുമെന്ന് അവന്റെ ജാതകത്തിലുണ്ടേ. താനാണ് അയാൾക്ക് ജാതകം എഴുതിയത്.
ഇത് അസൂയ. നമ്മുടെ നാട്ടിൽ നിന്ന് ലോകം അറിയുന്ന ഒരു പ്രതിഭ വളർന്നു വരുന്നതിന്റെ അസൂയ നിനക്ക്. പ്രതിഭ ഒന്ന് പോവാ എടുക്കും. അവൻ പ്രതിഭയല്ലേ, ഞാൻ ഈ പുഴക്കറി ചിരക്കായിരിക്കും. പ്രതിഭ ഫു. ഇതിന് മരുന്നില്ല, ഇതിന് മരുന്നില്ല. കുറച്ചൊന്ന് സൂം ചെയ്ത് റൈറ്റിലേക്ക് പാൻ ചെയ്യാം. പിള്ളേര് കുളിക്കുന്നത് അതെ അല്ല കൊച്ചിനായാലും കോത്തായത്തിനായാലും നിനക്ക് എന്നാടാ ചെയ്തോ? അലക്കവൻ അലക്കിട്ട് വേണം, വെറുതെ ചൊറിയാ നിൽക്കല്ലേ. ചൊറിയൂടാ ചൊറിയൂ. എന്റെ കാശി ആരെയും കാണാൻ വന്നാലേ ഇവന് പിടിക്കൂല. ഇവൻ ഒറ്റ ഒരുത്തനാ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. പിന്നെ ചൊറിയുന്നുണ്ടെങ്കിലേ നല്ലോണം തേച്ച് കുളിച്ചിട്ട് പോടാ. നമുക്ക് നോക്കാം. ഇത് തന്നെ എടുത്തോ. എന്നാ അജയങ്ക വേറെ ക്യാമറ നോക്കി വന്നൊക്കെയാണ്. എന്ത് പൊട്ടത്തരം കാണിച്ചില്ല, ഇവിടെ കാണാൻ ഞാൻ ആളുണ്ടല്ലോ. നീ വേടാ. മോളെ കളിച്ചോണ്ട് നിൽക്കാതെ വേഗം കുളിച്ചു കയറ്. എന്റെ മഞ്ജുളെ, ഈ നാട്ടിൽ എന്നെ പോലെ ഇത്രയും ഉത്തരവാദിത്തത്തോടെ ജീവിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ? നീ പറ. മാലിനിക്ക് എന്ത് പറ്റി? ഒരു വയ്യായിക. അതെ, ആലിൽ ആരോ കാണാൻ വന്നിരിക്കുന്നു. തുണി കഴുകിക്കണമെങ്കിൽ വേഗം നീ വെക്കോ, ഞാൻ വരാം. മക്കളെ നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണ? പറഞ്ഞു കേട്ടില്ലേ? വാടി ഇങ്ങോട്ട്. 3 വശത്തും മലകളാൽ ചുറ്റപ്പെട്ട വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തികച്ചും സാധാരണക്കാരാണ്. ഇതാ നിങ്ങൾ അന്വേഷിച്ചു വന്ന കാശി. ഇയാളോ? എടാ എന്നാ പിന്നെ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ താനാ കാശിന്ന്? അതിന് നിങ്ങൾ കാശി എവിടെയും ചോദിച്ചില്ലല്ലോ. ഞവരൂർ കടവിൽ പോകുന്ന വഴിയല്ലേ ചോദിച്ചത്? അതിന് നിങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. ആക്ഷൻ. ഈ ജൈവ കൃഷി എന്ന് പറയുന്നത് വെറുതെ അല്ല, മണ്ണിനെ ജൈവികമാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജൈവികമായ മണ്ണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. എന്ന് വെച്ചാ ഈ കുരുപ്പ് കുത്തിയ മണ്ണ് ഇപ്പൊ എങ്ങും കാണാനില്ല. പിന്നെ രാസവളത്തിന്റെ അമിത പ്രയോഗം ജൈവികതയോ ഇല്ലാതാക്കി. ചൂണ്ടയിൽ കൊരുത്തിടാൻ ഒരു മണ്ണിരെ പോലും കിട്ടാതായി. അതായത് മണ്ണ് മരിക്കുകയാണെന്നർത്ഥം. നിങ്ങൾ വാ, ഈ കാശി എങ്ങനെയാണ് മണ്ണിൽ ജൈവികത ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നറിയാം. ഇങ്ങനെയാണ് മണ്ണിരിക്കേണ്ടത്. കൃഷിഭൂമിയിൽ രാസവളം ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നുണ്ടോ? പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നും എല്ലാ സഹായവും കിട്ടാറുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഇങ്ങോട്ട് നല്ലത് കിട്ടണമെങ്കിൽ പ്രകൃതിയെയും തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കണം. അതിനുവേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്ന് വേഗം വാടാ. പഠിക്കട്ടോ ഉണ്ടായിച്ചാ പഠിക്കട്ടോ. നിങ്ങളോ? എടാവേ, രാത്രിയിൽ കമ്പനിക്കാരോ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പോയതാ. രാവിലെ നോക്കുമ്പോ പല്ലിയും പാറ്റൊക്കെ ചത്തു കിടക്കണം. അപ്പൊ ഒക്കെ ചാവുന്നുറപ്പായി. പണിക്കാർ സാവാതിരുന്നാ മതി. അതുങ്ങളോട് വല്ല കയ്യൊറയൊക്കെ ഇട്ട് പണിയാൻ പറയണം കേട്ടോ. അജയോ, ഓ ഇവന്റെ പെമ്പറന്നോത്ത് TV എവിടെ എവിടെ? ഞാൻ കൃഷി ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള രാസവസ്തു ഉപയോഗിക്കാറില്ല. ഈ മഞ്ജുളയാണ് കാശി ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നത്. കാശിക്ക് കൂടെ നിൽക്കുന്ന കാശിയല്ലേ? ഇവൻ ടിവിയിൽ കയറി പറ്റിയോ? പ്രവർത്തക കൂടിയാണ്. இதுக்குள்ள வெதமட்டோலே உங்க பொண்டாட்டி கூட இருக்கு. ഞാനേ ആ തെക്കെടുത്ത ചെറിയ കുന്നും കൂടി ഇങ്ങ് വാങ്ങി കേട്ടോ. പകുതിയും പുറപ്പോക്കാ. രാത്രിയും പകലുമായിട്ട് ഒരു മാസത്തെ പണി. ആ മണ്ണ് മുഴുവൻ ഇങ്ങ് പോരണം. അതപ്പടി നമ്മ 2 ലോറി വെച്ച്. എടാ, എത്ര വണ്ടി വേണമെങ്കിലും നീ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്തോ. എനിക്ക് കാര്യം നടക്കണം. ശരി, അത്രേ ഉള്ളൂ. നന്ദിച്ചല്ലേ. என்ன அஜய் இப்படி இருக்கு? நேத்து நான் சொன்னது கரெக்ட் தான். என்ன கரெக்ட் தான்? உங்க பொண்டாட்டி இல்லையா, அவர் அந்த காசை சேர்த்து ஏற்கனவே நான் பார்த்துருக்கேன். ஒன்று பாரு ஜெய், அந்த காசை வந்து சின்ன பையன் பார்த்தாலே உங்கள தான் சூப்பர். அப்படி இருக்கும்போது அவளை வந்து നീ കുറെ നാളാണ് അവനെ ചേർത്ത് അവളെ പറ്റി പറയണ. ഇനിയെല്ലാം പറഞ്ഞിട്ടല്ല, നിന്നെ കൊണ്ട് ഞാൻ ജയിലിൽ പോകും. என்ன இது? நான் ஜோக்கு சொன்னது போல. வா. രാവിലെ കുളിക്കാനായി പുഴക്കര ചെന്നപ്പോ അവിടെ മൊത്തം ടിവിക്കാര്.
നമ്മള് കുളിക്കുന്നെങ്ങാനും ടിവിയിൽ വന്നാ മാനം പോയില്ലേ? ടി വിക്കാരാ? അതേനെ, മണ്ണരയും കുഴിയാനേന്നും പറഞ്ഞു നടക്കുന്ന ആ കാശിയില്ലേ, കാശിയുടെ പടം പിടിക്കാൻ വന്നവരാ. 2 ദിവസം എന്നെ മണം അടിച്ചാൽ മതി, നേരെ ആശുപത്രിയിലോട്ട് പോവാം. അവിടുന്ന് മൂക്കി പഞ്ചോച്ച് സെമിത്തേരിയിലോട്ട്. அப்படி ஒன்றும் சொல்ல ആ മഞ്ജുളയും കാശി ഒട്ടിച്ചേർന്നെന്നും കഥ പറയുന്നത് കണ്ടപ്പോ എന്റെ നെഞ്ചൊന്ന് കത്തി. എന്റെ പൊന്നജയ, ഇതൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ പറയും? നീ ഒന്നും പറയണ്ടേ, എങ്ങനെ പറയണം? അതെ, നിന്നത് കെട്ടിപ്പിടിച്ചെന്നല്ലല്ലോ, ഒന്ന് ചേർന്ന് നിന്ന ഇടിച്ചു വീണ് ആകാശം ഇടിച്ച് വീട്ട് കേട്ടാ. വിഷം നിറച്ച കുപ്പിയാണ് അകത്തിരിക്കണ, അത് പൊട്ടിച്ച് അണ്ണാക്കി ഒഴിക്കും ഞാൻ. എനിക്ക് എന്റെ ഭാര്യ നന്നായിട്ട് അറിയാം, എനിക്ക് അവളെ നല്ല വിശ്വാസമാണ്. ഇവിടെ ഇവിടെ ഇനി ഞാൻ അവള് ചോറും കറിയും പോലെ അടി അതിനകത്ത് ടാപ്പ് ഒക്കെ വരരുത് കേട്ടേ. ஆனா உப்பு கொஞ்சம் ஜாஸ்தி தான். നീയാണ് എന്നെ ചുപ്പിടാൻ പറഞ്ഞ ചവറ്റുകൂട്ടി കൈ കെട്ടിട്ടാ ഞാൻ നിനക്ക് ചവച്ചിട്ടുണ്ട്. എന്ത് കേട്ടോണ്ടിരിക്കണടാ, പണിയെടുക്കടാ, എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം സ്പ്രേ ചെയ്യാൻ. അവിടെ കയ്യിൽ വല്ല ഗ്ലൗസ് ഇട്ട് വേണം, അല്ലെങ്കിൽ വിഷം വിളിച്ചാൽ തട്ടിപ്പോവും. അവിടെ രാജേ മലയാളി നീ വന്നേ. വായോഗിക്കാ പറഞ്ഞോടാ. சரி கொடு கொடு. അത് അവർ ചെയ്തോളൂ. இங்க கொடு. ദാ இப்படி இப்படி. എടാ അജയ, ആ കാണുന്ന കുന്നില്ലേ, അത് ഞാനിങ്ങ് വാങ്ങിച്ചു. ആദ്യം നമ്മൾ ആ മണ്ണെടുത്ത് അങ്ങ് മാറ്റും, പിന്നെ ഇതുപോലെ തന്നെ കൈതയൊക്കെ അങ്ങ് കൃഷി ചെയ്യാം. നിനക്കൊക്കെ കുറച്ച് ദിവസം പണി കൂടി ആവട്ടാവേ. അതിപ്പോ മുതലാളി, ആ മലയിടിച്ചാലേ മണ്ണ് കൊണ്ടുപോകണം ഞങ്ങളുടെ കടയിൽ കൂടെ അല്ലേ? അതെ, നാട്ടുകാർ സംബന്ധിച്ച് തോന്നണ്ടാ? എടാ അത് നീ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോടാ? അതിനല്ലേ ഞാൻ നിന്നെ ഇതല്ലേ ഏൽപ്പിച്ചത്. നീ വിചാരിച്ച നടക്കൂടാ, നീ ആരാ? പെട്ടെന്ന് കേട്ടടാ, ലോഡ് ഒരുപാട് കൊണ്ടുപോകണ്ട്. പോട്ടാ. അഞ്ചെണ്ണം മുടിച്ചു. ചവിട്ടി വിട. ശരി, ഓക്കെ. ആ, രണ്ടുപേരും ഉണ്ടല്ലോ. അഞ്ജുവിനെ തിരക്കി വരായിരുന്നു ഞാൻ. ടീച്ചർ, പിന്നെ നമ്മുടെ പരിസ്ഥിതി പ്രോജക്റ്റ് അപ്രൂവലായി. ആണോ? ഇനി ബാലകൃഷ്ണൻ സാറിനോട് ഒന്ന് സംസാരിക്കണം, അപ്പോഴേ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. ഒന്ന് ബാലകൃഷ്ണൻ സാറേ, 1 സെക്കൻഡ്. പിന്നെ പരിസ്ഥിതി ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. എല്ലാവരെയും ടീമിൽ ഉൾപ്പെടുത്തണോ? ഏയ് വേണമെന്നില്ല, ആർക്കൊക്കെയാണോ വരാൻ താല്പര്യം അവരെ മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ പ്രോജക്റ്റ് പൂർത്തിയാവുമ്പോൾ വിശദമായ ഒരു റിപ്പോർട്ട് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റിന് കൊടുക്കണം. NRHM, കുടുംബശ്രീ, അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെ കാണുമല്ലോ, അവരുമായി കോഓപ്പറേറ്റ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും? എന്റെ മനസ്സിലൊരു സ്ഥലമുണ്ട്. എവിടെ? ഞവരൂർ കടവ്. നമുക്ക് ഞവരൂർ കടവും പരിസരവും പ്രോജക്ട് ഡീറ്റെയിലുമായി ബന്ധിപ്പിക്കാം. അവിടെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളുണ്ട്, കാശി. ജൈവ കർഷകനാ, പ്രകൃതിയാണ് അയാളുടെ ദൈവം. പ്രാദേശികമായ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിനും അതൊരു സഹായമാവും. ഇമ്പോർട്ടൻസ് എന്തിനാ സർ? വെള്ളത്തിന്റെ pH മൂല്യമാണ് പ്രധാനം, അവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്നേ എനിക്ക് പറയാൻ പറ്റും. അതെന്താ സർ, പ്രോജക്റ്റിൽ അത് മാത്രമല്ലേ ഉള്ളൂ? അതെ, ജൈവ കൃഷി രീതി, ജലവിധാനത്തിന്റെ അളവ്, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അൺപൈപ്ഡ് വാട്ടർ സപ്ലൈസ്, അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാ. കടവിലുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തണ്ടേ? നമ്മളെക്കാൾ ബോധമുള്ള ഒരാളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരാളില്ലേ, കാശി, സാമൂഹിക പ്രവർത്തകനായ കീഴൂർ സുരേന്ദ്രന്റെ മകൻ.
കാശി കാശി എവിടെ പോയിരുന്നു നീ? സ്കൂളിൽ പോകാൻ സമയമായി, പെട്ടെന്ന് പോകങ്ങോട്ട്. വാ. നീ കളിച്ചിടന്നോണ്ടല്ലേ നേരം പോയത്. എനിക്ക് വന്നിട്ട് 100 കൂട്ടം പണിയുണ്ട്. വേഗം നടക്ക്. അച്ഛൻ എന്നാ വീട്ടിലേക്ക് വരുന്നത്? അച്ഛൻ വീട്ടിൽ വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞ് ശരിയാക്കും? മോനതൊന്നും ഇപ്പം മനസ്സിലാവില്ല, മോൻ വലിയ ആളാകുമ്പോൾ മനസ്സിലാവും. അച്ഛൻ ഇതൊക്കെ ശരിയാക്കിയിട്ട് വരാം കേട്ടോ. മോൻ ഇപ്പം സ്കൂളിൽ പോയിക്കോ. കറി ഇനി എത്തിയില്ല. കൊണ്ടുവരുന്നു. നീ കഴിച്ചോ? നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ആരായി നേരത്ത്? നിൽക്കുന്നു. എന്താടാ? നിന്നെ മുതലാളി അന്വേഷിക്കുന്നു. ഈ രാത്രി എന്താ കാര്യം? അതൊന്നും ഞങ്ങൾക്കറിയില്ല. നീ വാ. വാടാ. നീ കൊച്ചിന് കഞ്ഞി കൊടുക്കും, ഞാനിപ്പോ വരാം. പേടിക്കണ്ടടി, ഞാനിപ്പോ ഇങ്ങ് വരും. അമ്മേ അമ്മേ, അച്ഛൻ ഇതുവരെ വന്നില്ല. വന്നില്ലേ? ഇല്ല. മോൻ ഇവിടെ നിക്ക്, അമ്മ പോയി നോക്കിട്ട് വരാം.
അകന്ന ബന്ധുവായ കൊച്ചപ്പിയുടെ കൈപിടിച്ച് ചെറുപ്പത്തിലെ ഞവരൂർ കടവിൽ എത്തിയതാ ഈ കാശി. മലിനമാകാത്ത വെള്ളവും ജൈവഭൂമിയും ഇപ്പോഴും സ്വപ്നം കാണുന്ന ആൾ. ദാ ആ പോകുന്ന ആ കാശി. ആഹാ, ഇത്ര വേഗം പ്രത്യക്ഷപ്പെട്ടോ? എന്തായാലും ഈ വഴിക്ക് വന്നത് നന്നായി. അതാ പറഞ്ഞത്. ഇതെന്താടോ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? മാരിക്കേ മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറണായിരുന്നു. എനിക്കല്ലേ സാറേ കുഴപ്പം, പശുവിനാ വയറ്റിൽ നിന്ന് ചർറാൻ അങ്ങ് പോണു. ഓ, മൃഗഡോക്ടറെ കാണിച്ചപ്പോ മരുന്നിന് കുറിച്ചത്. എന്നാ പിന്നെ മരുന്നും വാങ്ങി ഒരു മസാല ദോശ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. സാറിന് വേണോ മസാല ദോശ? അയ്യോ വേണ്ട വേണ്ട, മാരി തന്നെ അങ്ങ് കഴിച്ചാ മതി. ഒരെണ്ണം പശുവിന് കൂടി വാങ്ങിച്ചോ, ഒന്ന് ഉഷാറാവട്ടെ എന്ന്. ആണോ? എന്നാ പിന്നെ 2 എണ്ണം വാങ്ങിക്കാം അല്ലേ? ആ കാശി, ഇത് രജനി, ഞങ്ങളുടെ പുതിയ ടീച്ചറാ. അതെ, ഞങ്ങളിപ്പോ കാശിയുടെ കാര്യം സംസാരിച്ചേ ഉള്ളൂ. സാറിന്റെ സംസാരത്തിൽ നിന്ന് കാശി എന്താന്ന് മനസ്സിലായി. മാരി എന്താണെന്ന് അറിയണമെങ്കിലേ കാശി സംസാരിക്കണം. അല്ല ബാലകൃഷ്ണൻ സാറേ, എന്നെ കുറിച്ച് എന്താ ടീച്ചറോട് പറയായിരുന്നു? നിങ്ങളെല്ലാം കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു അക്കാഡമിക് പ്രോജക്റ്റ് ഉണ്ട്, വാട്ടർ ടെക്നോളജി. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞവരൂർ കടവാണ് പറ്റിയ സ്ഥലം. അല്ല, ടീച്ചർ മാത്രമല്ല, കുറച്ച് കുട്ടികളും കൂടെ കാണും. എപ്പോ വേണമെങ്കിലും വരാം. സഹായത്തിന് ഈ മാരിയും കാണും. മാരി ചേരാത്ത കഷായം ഒന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു പഴഞ്ചൊല്ല, കേട്ട് കാണും. ഞവരൂർ കടവിലെ ഓരോ മണൽത്തരിയിലും ആ പഴഞ്ചൊല്ല് ഉറങ്ങിക്കിടപ്പുണ്ട്. നാളെയോ മറ്റന്നാളോ ഞങ്ങൾ എത്തും. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവിടെ ഇപ്പൊ കുന്നടിക്കലിനെതിരെ ഒരു പ്രതിഷേധം നടക്കുക. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നാ മതി. പ്രതിഷേധോ? നമ്മുടെ മഞ്ജുളയുടെ നേതൃത്വത്തില് സ്ത്രീശക്തിക്കാരാ. അവര് പ്രതിഷേധിക്കാൻ ഇറങ്ങിയാലേ പ്രതിരോധിച്ചിരിക്കും. അതൊക്കെ ഒരു വഴിക്ക് നടക്കും. അവര് പ്രതിഷേധിക്കട്ടെ എന്ന്. നിങ്ങൾ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ, കേറ്. വേഗം കേറ്. അയ്യോ, വിടല്ലേ വിടല്ലേ, ഞാൻ കയറിയില്ല. കുന്നിടിക്കൽ നിർത്തുക, പുഴയെ സംരക്ഷിക്കുക. 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 കൊല്ലരുതേ, കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. കൊല്ലരുതേ, കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. നീയുടെ സമരപന്തലിൽ കയറി ഇരിയടാ. ഈ സ്ത്രീശക്തി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാ. കൊച്ചാപ്പിയമ്മ അതിൽ ഉൾപ്പെടും. ഞാൻ പെടും. ശശി ചായക്കടക്ക് അടിച്ചിട്ട് തന്നെ വന്നത്. എന്തോന്ന് കടയാണ്? കൊല്ലരുതേ, കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. കൊല്ലരുതേ, കൊല്ലരുതേ, ഞങ്ങളുടെ പുഴയെ കൊല്ലരുതേ. കുന്നിടിക്കൽ നിർത്തുക, പുഴയെ സംരക്ഷിക്കുക. കുന്നിടിക്കൽ നിർത്തുക, പുഴയെ സംരക്ഷിക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. വേറെ ഒരു പണി ഇല്ലാത്തോണ്ടാ ഇവിടെ കിടന്നിങ്ങനെ തൊണ്ട കീറുന്നെന്ന് അവന്മാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്തായാലും അവര് മണ്ണും കൊണ്ടുപോകും. പുഴയെ സംരക്ഷിക്കുക, കുന്നിടിക്കൽ നിർത്തിവെക്കുക. 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 കുന്നിടിക്കൽ നിർത്തിവെക്കുക. ഞങ്ങളെ സമ്മതിക്കില്ല. മണ്ണുകൊണ്ടാ പറ്റില്ല, പറ്റില്ല. ഒന്ന് കൊണ്ടുപോയി കൊണ്ടുപോകാൻ നോക്കട്ടെ. പണിക്കർ നീതി പാലിക്കുക. മണ്ണെടുക്കൽ നിർത്തിവെക്കുക. ദിവാകര പണിക്കർ നീതി പാലിക്കുക. മണ്ണെടുക്കൽ നിർത്തിവെക്കുക. ദിവാകര പണിക്കർ നീതി പാലിക്കുക. പറയടാ.
പെർമിറ്റ് എവിടാ? പെർമിറ്റ് മുതലാളിയിലല്ലേ? ഏത് മുതലാളി? ദിവാര മുതലാളി. നീ ആര്? കിളി ക്ലീനർ. അപ്പൊ ആരാടാ ഡ്രൈവർ? നീയാ? ഡോ രണ്ടിനെ പിടിച്ച് വണ്ടി കയറ്റി താൻ വണ്ടി എടുക്കുന്ന സ്റ്റേഷനിൽ പോയി. വാടാ വാടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. വന്നു. എന്ത് പറ്റിയടാ? എസ് ഐ വണ്ടി പിടിച്ചത്. എസ് ഐ ആണ് വണ്ടി പിടിച്ചത്. കയ്യാങ്കളി വല്ലതും നടന്നോ? അത് പിന്നെ നിന്നെയൊക്കെ പിന്നെ എന്തിനാടാ ഞാൻ വെച്ചത്? പെണ്ണുങ്ങളെല്ലാം ഇവിടെ കയറുന്നത് പിന്നെ നമ്മളെന്ത് ചെയ്യും? അതിന് നിന്റെ പെണ്ണുമ്പിള്ളടാ കൊടിയും പിടിച്ച് മുന്നേ നിൽക്കണം. ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിൽക്കേ, ഞാൻ നോക്കട്ടെ. അവൻ ചാരി നിൽക്കണോണ്ടില്ലേ? നമ്മ എന്നെ പണ്ണ എന്താ ചേട്ടാ? സാറേ അവരാ നിൽക്കുന്നവരോ? ആരാടോ എന്റെ വണ്ടി പിടിച്ചത്? എസ് ഐ പുതിയ ആളാ. ആളെങ്ങനെ? ആര് പറഞ്ഞാ കേൾക്കും? ആര് പറഞ്ഞാലും കേൾക്കും. എടോ, അയാൾക്ക് ചെവി കേൾക്കുന്ന കാര്യമല്ലേ ചോദിച്ചത്? ആരെ കൊണ്ട് പറയിപ്പിച്ചാൽ കേൾക്കും? MLA പറഞ്ഞാൽ മതിയോ? അല്ല അത് നിന്നെയൊക്കെ നിയമം വിട്ടുള്ള ഒരു കളിക്ക് എന്നെ കിട്ടില്ല, മനസ്സിലായത് എനിക്ക്. വെച്ചിട്ട് പോടോ സാറേ. ആയിരിക്കും. എന്താ? അല്ല, ആ പുറത്ത് കിടക്കുന്ന ടിപ്പർ ലോറി. ഓ, അത് സ്ത്രീ ശക്തിക്കാരുടെ പരാതിയാ. ഇത്തിരി കട. കുന്നിടിക്കുന്ന ഞാനാണെന്നും കുടിവെള്ളം മുട്ടിക്കുന്ന ഞാനാണെന്നും പരാതിയിലുണ്ടോ സാറേ? അതിന് താനാണോ പരാതി എഴുതി കൊടുത്തിട്ടത്? അല്ല, ഒരു ലോഡ് തടഞ്ഞിടുമ്പോ ഇതുപോലുള്ള പരാതി വേണമല്ലോ തരാൻ. അതുകൊണ്ടാ സാറ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോ കുറച്ച് സമയം എടുക്കും. അതുവരെ എന്റെ വണ്ടി ഈ സ്റ്റേഷൻ കോമ്പൗണ്ടിലിട്ട് വെറുതെ തുരുമ്പ് പിടിപ്പിക്കണോ? താനം തന്നെ നിയമം പിടിപ്പിക്കാറിങ്ങിരിക്കണം. ഓയ്യോ, സാറിനെ പോലുള്ളവരെ ഞാൻ നിയമം പഠിപ്പിക്കാനോ? സാറിന് മുമ്പുണ്ടായിരുന്ന SI തന്ന അനുവാദത്തിലാണ് ഞാൻ ഈ മണ്ണിറക്കുന്നത്. അതും എന്റെ സ്വന്തം പുരയിടത്തിൽ. സാറിന് സംശയം ഉണ്ടെങ്കിൽ വന്നു നോക്കാം. തന്റെ പുരയിടത്തിൽ നോക്കുന്ന എന്റെ പണിയൊന്നുമല്ല. തന്റെ ആളുകൾ പരിസരവാസികളെ കയ്യേറ്റം ചെയ്തു, അതാണ് ഇപ്പോഴത്തെ പരാതി. ഇത്രേ ഉള്ള ഇത് വെറും പെറ്റി കേസ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 ജാമ്യക്കാരെ കൊണ്ടുവരുമായിരുന്നു. വെറുതെ എന്റെ സമയം കളഞ്ഞു. എഴുന്നേക്കടോ. എഴുന്നേറ്റല്ലോ. അവരെ രണ്ടുപേരും പറഞ്ഞു വിട്ടേ. അപ്പൊ എന്റെ വണ്ടിയോ? കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. വണ്ടിയോ? എടോ, താനിക്ക് വന്നേ. ഊളുകൾക്ക് കാശുണ്ടായാലേ ഏത് ഊളയും രാജാവോ? ശരിയാ. താനും അത്രക്കേ ഉള്ളൂ. ചെല്ല്. Stupid. എടാ മണി, നമ്മളെ പോലീസുകാർ പിടിച്ച മൂക്കി കയറ്റിക്കണം. ചെല്ലടാ, പിടിച്ചി ജയിലിലടക്കുകയും ചെയ്തു. എന്നെ മൂക്ക് എന്നെ ജയില്, നമ്മ പാകാത്ത ജയിലാ. ജാമ്യം കിട്ടിയെന്നാ തോന്നുന്നത്. കിട്ടി കാണും. പോലീസുകാരൊന്നും ചെയ്തില്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമല്ലോ. നീ പോയി കിടന്ന് നേരത്തെ ഉറങ്ങി, നമുക്ക് രാവിലെ മണ്ണടിക്കാറുള്ളതാണ് കേട്ടാ. എവന്റെയൊക്കെ മുമ്പേ കൂടെ തന്നെ മണ്ണ് കൊണ്ടുപോകണം. അയ്യോ, നമ്മളെ സഹായിക്കണോ? നമ്മളെ സഹായം ഇയാൾക്ക് വേണ്ടല്ലേ? ഇവര് ശ്രീശക്തിക്കാരെ സഹായം മതി. വലിയ പുള്ളിയാ. എടാ, നിന്റെയൊക്കെ മുമ്പിൽ കൂടെ ഇനിയും മണ്ണുണ്ടോ? നീ എന്നോന്നുണ്ടാക്കും. ധൈര്യം നീ തടഞ്ഞു നോക്കടാ. അജയ, നീ ഇപ്പൊ വീട്ടിൽ പോ, നമുക്ക് നാളെ സംസാരിക്കാം. ഇതേ മഞ്ജുള നോക്കി നിൽക്കുന്നത്. അയ്യോ, അവള് നോക്കണ എന്നെ അല്ലടാ, നിന്നെയാണ്. നീ ഇവിടെ ശരിയാക്ക്, അവിടെ ഞാൻ ശരിയാക്കാം. അയ്യോ, കണ്ണിന് എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാണ് അവള്. ഇനി രാത്രി പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും അപ്പൊ തന്നെ കഥ തുറന്ന് പുറത്തിറങ്ങി നോക്കിയോളൂ. നീ എന്നെയാണോ നോക്കിയത്, അതെ കാശ് വീട്ടിൽ പോയാൽ നോക്കിയതാ? അനാവശ്യം പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യ. എടി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുഷ്പം പോലെ ഊരിക്കൊണ്ടുവന്ന കണ്ടാടി. 2 എണ്ണം കിട്ടാഞ്ഞത് ഭാഗ്യം. എടി, പണ്ടത്തെ പോലീസ് അല്ലേടി ഇപ്പൊ. മര്യാദയും മാന്യതയുണ്ട്. അവരെ കൂമ്പൊക്കെ ഇരിക്കാറില്ല, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കൂ. അന്തസ്സുള്ളവരാ. നീയും നിന്റെ സ്ത്രീശക്തിക്കാരും വിചാരിച്ചാൽ ഒരു പുണ്ണാക്ക് നടക്കില്ല. നിങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എടി, വേണ്ടി വന്ന ഈ പുഴയിലെ മണ്ണ് മുഴുവൻ അടിച്ചു മാറ്റി വയ്ക്കാൻ ദിവാരം മുഴുവൻ ഞാൻ സഹായിക്കും. എന്റെ മക്കളെ വാ, എന്റെ പൊന്നു മക്കളെ വാ, അച്ഛന്റെ മക്കളെ വാ. നാട്ടുകാർ പറയണത് എന്റെ മക്കളെ കാര്യമാക്കണ്ട.
ഫീസ് കൊടുക്കുക. മക്കളെ അച്ഛൻ ഇങ്ങനെ കുന്നിടിക്കുന്നവരെ കൂടെ നിൽക്കണണ്ട എന്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റണ. വേറെന്തെങ്കിലും ജോലി ചെയ്താലും മോളെ പഠിപ്പിക്കാൻ പറ്റും. വേറെ എന്ത് ജോലിയാണ് ഈ നാട്ടിലുള്ളത്? കോഴി വളർത്തൽ, പച്ചക്കറി കൃഷി, പശുവിനെ വളർത്തൽ. നിന്നെ കെട്ടി ഈ നാട്ടിൽ എന്ന് താമസം തുടങ്ങി അന്ന് തന്നെ കച്ചവടം തുടങ്ങി. അതെങ്ങനെ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാൻ കാശ് സമ്മതിക്കോ? അവൻ സമ്മതിച്ചാലല്ലേ നീ വരൂ. ഒരു ദിവസം ഞാൻ കണ്ടോണ്ട് വരും. രണ്ടിനെ കെട്ടിപ്പൊട്ടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകും. കണ്ടടി. ഒരു പെങ്കൊച്ചു വളർന്നു വരിക മനുഷ്യ, അതിന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെയാ പറയുന്നത്? എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ. അപ്പൊ ഞാൻ പോണം, അല്ലെങ്കിൽ ഞാനാണല്ലോ ഇവർ അധികപ്പറ്റി. മക്കളെ അച്ഛൻ പോട്ടാ. അത് ശരി. ഇടേ നീ അവരോട് സുഖമായിട്ട് ജീവിച്ചോ. പുഴയെ സംരക്ഷിക്കുക, കുന്നിരിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിരിക്കൽ നിർത്തിവെക്കുക. ശ്രീ ശക്തിയാണടാ. അവനൊക്കെ നാട്ടിലെ കൊട്ടി. ശ്രീ ശക്തിയാണ്. തീപ്പെട്ടിയുടെ കത്തിട്ട് ആളി കത്തിട്ട് അവളെ ശ്രീശാക്തിയാണ്. ഇപ്പോഴത് സവാലായ വെള്ളം ഒരുപാടങ്ങ് കലങ്ങിയല്ലോ. കത്തിച്ച അജയൻ തന്നെയായിരിക്കും, അല്ലാതാരാ. ഞാൻ പോട്ടെ എന്നാ. കാശിയേ, എന്താ? ഒന്ന് നിന്നേ. ഇന്ന് ടൗണിലെങ്ങാനും പോകുന്നുണ്ടോ? എന്തിനാ? പുഴവെള്ളം പോലെയാ പശുവിന്റെ വയറ്റിൽ നിന്ന് പോകുന്നത്. അത് 1-2 പ്രാവശ്യം കഴിയുമ്പോ അങ്ങ് മാറും. എന്നാ ഞാനും കരുതി ഇതിപ്പോ 2 ദിവസമായി. ചാണകത്തിന്റെ മൂത്രത്തിന്റെ കളറിലും വ്യത്യാസം. അയ്യോ, വാങ്ങിയ ഗുളികയൊക്കെ തീർന്നോ? അതൊക്കെ തീർന്നെ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞാൻ പോകുന്നുണ്ട്, അറിയിക്കാം കേട്ടോ. ഓ അറിയിക്കണേ. ഇന്നെന്താ നേരത്തെ? ബാലകൃഷ്ണൻ സാർ ഇങ്ങോട്ട് വരും. കൊച്ചേ, നിന്റെ കെട്ടിയാൻ രാത്രി വീടിനകത്ത് കിടക്കത്തില്ലേ? അല്ല, പുറത്ത് കട്ടിലിൽ കിടക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. പെണ്ണുങ്ങളായാലേ ഭർത്താക്കന്മാരെ പോക്കറ്റിലിടാൻ മിടുക്ക് വേണം, മിടുക്ക്. പകല് നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ വഴക്ക് കൂടിക്കോ, പക്ഷേ രാത്രിയിൽ തീരണോ ആ വഴക്ക്. അതാ കുടുംബജീവിതം. നിങ്ങൾ നിങ്ങളെ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. നാട്ടുകാരുടെ മൊത്തം കാര്യങ്ങളൊന്നും നോക്കണ്ട. ചുമ്മാതല്ല, അയാൾ നല്ല പ്രായത്തിൽ കളഞ്ഞിട്ട് പോയത്. ഇങ്ങ് വാ. എങ്ങ് പോയേക്കല്ലേ, ഇപ്പൊ വരാം. കാശി എവിടെയാ? അവിടെ ഉണ്ട്, വരണം. എല്ലാരും വന്നേ, പോവാം. വാ. നല്ല ഭംഗിയല്ലേ?
എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. രണ്ടുപേരെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാം, രണ്ടുപേരെ കാശിയുടെ വീട്ടിൽ. ബാക്കിയുള്ളവരെ നമുക്ക് മറ്റു വീടുകളിലായിട്ട് താമസിപ്പിക്കാം. അപ്പോ താമസ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ ഭക്ഷണം, അത് നമുക്കിപ്പോ കാശിയായിട്ടൊന്ന് ആലോചിക്കാം. കാശി, ദേ ഇവരെത്തി. താമസത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെ? ഇവിടെ തയ്യാറാക്കണോ നിങ്ങൾ കൊണ്ടുവരുമോ? അതൊന്നും വേണ്ട, ഞങ്ങള് രാവിലെ വരും, വൈകിട്ട് പോകും. താമസവും ഭക്ഷണമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ക്യാമ്പ് ചെയ്യാൻ നല്ലൊരു സ്ഥലം വേണം. പിന്നെ ഈ ബാത്റൂം സൗകര്യമൊക്കെ. ആ പുഴയുടെ മേലെ കാണുന്ന കൈതക്കാടാ ഞങ്ങളെ ബാത്റൂം. എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ ബാലകൃഷ്ണ സാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാ വരൂ. വാ. ദേ നോക്ക്, എങ്ങനെയുണ്ട്? ഇവിടെ മഴ പെയ്ത വെള്ളം കയറില്ലേ? മഴ വരട്ടെന്നേ, അന്നേരം നോക്കാം. അപ്പൊ നമുക്കിത് കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റാം അല്ലേ? ജൂണിൽ ശക്തമായ മഴ പെയ്യും. ആ സമയത്ത് പുഴയ്ക്ക് വല്ലാത്തൊരു എനർജി, റീചാർജിങ് കപ്പാസിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അതാ സംഗതി. വേനൽക്കാലത്തും മഴക്കാലത്തും വെള്ളം കിട്ടുന്ന പുഴ ആ ഗണത്തിലാ ദാ ഈ ഞവരൂർ കടവും. അതെന്താ ടീച്ചറെ, എല്ലാ പുഴയും പുഴയല്ലേ? പക്ഷെ ഈ പുഴയ്ക്ക് ഇത്തിരി വ്യത്യാസമാണ്. മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന പുഴയുണ്ട്, സ്വയം ശുദ്ധീകരിക്കുന്ന പുഴയുണ്ട്. നമ്മുടെ ഗംഗാ നദിയൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാ. ആ ഭാഗത്തു നിന്നാണ് നീരുറവ ഉണ്ടാകുന്നത്. ശരിക്കും മിനറൽ വാട്ടർ. ഇതല്ലേ കുപ്പിയിൽ കിട്ടുന്നേ? അത് വെറും പേരിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് ശരിക്കും മിനറൽ വാട്ടർ. വാ. ഇത്രയേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി ഈ ഞവരൂർ കടവ് തന്നെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഈ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടേ അങ്ങോട്ടോ എല്ലാം എടുത്തോളേ. ശരി. ശരി സാർ. അതെടുക്ക്. വേഗം. നമസ്കാരമുണ്ട്. ഹായ്. എന്തുണ്ട്? നമസ്കാരം. എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങോട്ട് പോവാം. ശരി. ക്യാമ്പിന് പറ്റിയ സ്ഥലം ആരായത് സെലക്ട് ചെയ്തത്? ബാലകൃഷ്ണൻ സാറാ. എന്തായി പ്രോജക്റ്റ് ഒക്കെ? പ്രൂഫായി. ഒന്ന് വായിക്കാൻ തരണേ. പൈനാമ്പൂരിന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഡോക്ടറെ, ഈ അമ്മച്ചിയുടെ കൈക്കും കാലിനും ഒക്കെ വല്ലാത്ത ചൊറിച്ചില. ആണോ? നോക്കട്ടെ മച്ചി, കൈന്ന് കാണിച്ചേ. ഓ, ഈ കാൽ വെള്ളയിൽ ചൊറിച്ചിലുണ്ടോ മച്ചി? എല്ലായിടവും ചൊറിച്ചിലോട് ചൊറിച്ചിലാ. രാത്രിയിൽ ഉറക്കവും ഇല്ല ഡോക്ടറെ. ഓ, ആണോ? അമ്മച്ചി, അപ്പൊ നമുക്കേ വിശദമായിട്ട് അകത്ത് പോയി ചെക്കപ്പ് ചെയ്യാം. അമ്മച്ചി അകത്തോട്ടുണ്ടോ? വന്നേ. എനിക്കമ്മച്ചി. അതെ, ഈ ഗുളിയൊക്കെ കഴിച്ച പശുവിന്റെ വയറിളക്കം മാറും. അതിനൊരു മൃഗ ഡോക്ടറെയും കാണണം. അല്ല, ഇതെല്ലാം കൂടെ പൊടിച്ച് അരച്ച് കലക്കി കൊടുത്താ അടയോ? താൻ പോയേ. പോടോ പോടോ. അടയൂല്ലേ? കണ്ണിന് നിറവ്യത്യാസമുണ്ട്. അതിപ്പോ ഈ പുഴവെള്ളത്തിൽ കുളിച്ചോണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇനി മോളെ കൂടെ ഒന്ന് നോക്കണല്ലോ. മോളിരുന്നാട്ടെ. മോള് നാക്കൊന്ന് നീട്ടിക്കേ, കുറച്ചുകൂടെ. ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. നന്നായിട്ട് വലിച്ചേ. ഒന്നുകൂടെ. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ വെള്ളത്തിൽ കുളിപ്പിക്കണ്ട. കുറച്ച് ദിവസത്തേക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതി. ഈ പുഴയിലെ ജലം pH മൂല്യം കുറവുള്ള ജലമാണ്. അത് ഇവരുടെ പ്രൊജക്ട് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ചൂടുവെള്ളത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു ഡോക്ടറെ, എന്നെ കൂടെ ഒന്ന് നോക്ക്. മോളൊന്ന് എഴുന്നേറ്റ്, മാമ ഇരിക്കട്ടെ. അല്ല, എന്താ അസുഖം? കാലിന് വലിയ വേദനയാ. ഒരു കാര്യം ചെയ്യും സിസ്റ്ററെ, ഇവരുടെ ബ്ലഡ് നിർത്തി. കാശി, ഒന്നും വന്നേ. ഈ വെള്ളത്തിൽ ആർസനിക്കിന്റെ അമിത സ്വാധീനം ഉണ്ടെങ്കിൽ ഇതുപോലെ മാറ്റങ്ങളുണ്ടാവും. ഇതിപ്പോ ആർസനിക്കിന്റെ സ്വാധീനം കൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. ഉണ്ടാവോ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരീരത്ത് അരിമ്പാറകൾ ഉണ്ടാവും. അത് മാത്രമല്ല, കൈയും കാലും ഒക്കെ വല്ലാതെ വികൃതമാവും. കെരാറ്റോസിസ് എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. മതി ഡോക്ടറെ, എന്നെ പരിശോധിച്ച മതി. എന്റെ പശുവിന് മാത്രമേ ഇത്തിരി ഇളക്കം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്തെങ്കിലും വെച്ച് അടച്ചോളാം.
ഒരു കുഴപ്പമില്ല എനിക്ക്. നിക്കവിടെ, പേടിക്കണ്ട. വേണ്ടേ? ഏതായാലും ഇവിടുത്തെ വെള്ളം ലാബിലൊന്ന് കൊടുക്കുന്നത് നല്ലതാ. കെമിക്കലുകൾ കലർന്നിട്ടുണ്ടോന്നറിയാൻ പൊല്യൂഷൻ കൺട്രോൾ ലാബിലും കൊടുക്കണം. പിന്നെ പബ്ലിക് ഹെൽത്ത് ലാബിലും സാമ്പിൾ ഒന്ന് കൊടുത്തേക്ക്. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഞങ്ങൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിന്നെപ്പോലെ തന്നെ ഇവിടെ എല്ലാവരും അസുഖക്കാരായി. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം കാലം നിന്നെ ഞാൻ നോക്കും, ഉറപ്പാ. ശുദ്ധീകരിച്ച ജലം പ്രകൃതി നമുക്ക് നൽകുന്നു, നമ്മളത് അശുദ്ധമാക്കുന്നു. ഇവിടുത്തെ ജലവും മലിനപ്പെട്ടു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ല ഡോക്ടർ. കാശി, കുറച്ച് ജൈവ പച്ചക്കറികൾ വളർത്തിയത് കൊണ്ടോ മണ്ണിരയെ വളർത്തിയത് കൊണ്ടോ ഗ്രാമം ശുദ്ധമാവണമെന്നില്ല. നിറവും മണവും ഇല്ലാത്ത, രാസവസ്തുക്കൾ കലരാത്ത തെളിഞ്ഞ ജലമാണ് ശുദ്ധജലം. ഈ ക്യാമ്പ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അല്ലേ? എന്താണ് നോക്കിയിരിക്കുന്നത്? നിങ്ങൾ സ്കൂളിൽ പോ. എന്തു പറ്റി മോളെ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അമ്മേ, അച്ഛൻ ഈ കാണിക്കുന്നൊന്നും ശരിയല്ല. എന്ത് കാണിച്ചെന്നാ നീ പറയുന്നേ? ആ കുന്നിടിച്ച് മണ്ണെടുത്ത് ആൾക്കാരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നതും പോരാഞ്ഞ് കൈതക്കടിക്കുന്ന വിഷമെല്ലാം കൂടി പുഴയിലേക്ക് ഒഴുക്കി ആൾക്കാരുടെ കുടിവെള്ളം കൂടി ഇപ്പൊ മുട്ടിച്ചോണ്ടിരിക്കുക. അതെങ്കിലും ഒന്ന് നിർത്തിവെക്കാൻ അമ്മയ്ക്ക് അച്ഛനോടൊന്ന് പറഞ്ഞൂടെ? നിനക്കറിയില്ലേ നിന്റെ അച്ഛന്റെ സ്വഭാവം? ഒന്ന് തീരുമാനിച്ച് അത് നടത്തിയേ അടങ്ങും. പണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നെങ്കിലും കേൾക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല. ആ എന്തേലും കാണിക്കട്ടെ. അതായത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വേഗം വാ. മാരി, എന്താ കാര്യം? വേഗം വാ. താനത് എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ചില കാര്യങ്ങളെ പറഞ്ഞാ വിശ്വസിക്കില്ല. കാണേണ്ട കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. കണ്ടറിയണം. വാ. സൂക്ഷിച്ചിറങ്ങണേ. നോക്കി വാ. ഇതെന്താ ഇങ്ങനെ? നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പുഴയിൽ ഇതുപോലെ മീനുകളൊക്കെ ചത്തുപൊങ്ങും. ഇത് കെമിക്കലാണല്ലോ. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? എങ്ങനെയായാലും എന്താ, ചാവാൻ വിധിക്കപ്പെട്ട നമ്മൾ കുറച്ചുപേരും ഇവിടെ ഉണ്ടല്ലോ. ഭാഗ്യം എന്റെ പശു ചാകാഞ്ഞത്. അതിനെങ്കിലും രക്ഷപ്പെടുത്തണം. ക്യാമ്പിന് വന്ന കുട്ടികളും ഇതിനെക്കുറിച്ച് തന്നെയാ പറഞ്ഞത്. ഇതാരാ ചെയ്തതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതറിയണം. കുടിക്കുന്ന വെള്ളത്തിൽ കൂന്താലിട്ട് ഇളക്കിയത് ആരാന്നറിയണം. നോക്കാം നമുക്കിത് എവിടെന്നാ വരുന്നത്. അല്ല അതെ, ഇന്നല്ലേ മാലിനെ ആശുപത്രി കൊണ്ടുപോകേണ്ടത്? അത് ഞാൻ നാളെ കൊണ്ടുപോയിക്കോളാം. അല്ല അത് വേണ്ട, ഞാനേ മെമ്പർ ദാസപ്പനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. മാരി പൊക്കോ. ചെല്ലേ. അല്ല ആ പൊക്കോന്നേ. ഇന്ന് പഞ്ചായത്തിലൊന്നും പോണ്ടായിരുന്നോ? പോകാനിറങ്ങിയപ്പോഴേ നിങ്ങൾ വന്നത്.
കണ്ടോ, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ കെമിക്കൽ അടിച്ച് കഞ്ചാവ് കൃഷി ഉണ്ടെന്ന്. അതിനത് കഞ്ചാവല്ലല്ലോ, കൈതയല്ലേ? ആയിക്കോട്ടെ, കെമിക്കൽ അടിക്കണ്ടല്ലോ. ഇതിനടുത്ത് എവിടെയോ ഉള്ളൊരു കുന്നിടിച്ച് എടുത്തിട്ടാ നമ്മുടെ കടയിൽ കൂടി മണ്ണ് കറച്ച് കൊണ്ടുപോകുന്നത്. കെമിക്കൽ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറഞ്ഞ അയാൾ കേക്കില്ലേ? കേക്കും ഓടിച്ചെന്നാൾ പറഞ്ഞാ മതി. വളഞ്ഞ വഴി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന അയാളെ തോൽപ്പിക്കാൻ നിയമത്തിന്റെ വഴിക്കേ പറ്റൂ. നിയമം എന്ന് പറയുമ്പോ കോടതി പോവാനോ? അതെ, പക്ഷെ അതിനു മുമ്പ് വില്ലേജ് ഓഫീസിലും കൃഷി ഓഫീസിലും ഒക്കെ ഓരോ പരാതി കൊടുക്കണം, അല്ലേ ദാസപ്പ? പരാതി കൊടുക്കുന്നതിട്ട് നല്ല ഇത് വലിച്ചു വലിച്ചിട്ട് കളയുന്ന. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് സ്ത്രീശക്തി പെണ്ണുങ്ങളെ ഏൽപ്പിക്കാം, അവരത് പുഷ്പം പോലെ കൈകാര്യം ചെയ്തോളൂ. അത് ശരിയാ, നമുക്ക് സ്ത്രീശക്തിക്കാരെ തന്നെ ഏൽപ്പിക്കാം. ഇപ്പൊ തന്നെ കണ്ടേക്കാം. പറഞ്ഞ കാശിൽ ചില്ലി പൈസ കുറച്ചിട്ടില്ല. കാശിന് വേണ്ടിയല്ല ഞാൻ ഇതിനെ വിൽക്കുന്നത്, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാ. ഇവിടെ കിടന്ന് ഈ പുഴയിലെ വെള്ളമെങ്ങാനും കുടിച്ച് ചത്തുപോയാൽ ഞാനിതെങ്ങനെ സഹിക്കും? മോളെ, നീ ഈ നാട്ടിൽ നിന്ന് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, സുഖമായിട്ട് ജീവിച്ചാൽ മതി. ഇങ്ങോട്ട് വാവയ്യേ. അതെ, എണ്ണ തേച്ച് കുളിക്കണം, അല്ലാതെ മുടിയും പറത്തിയിട്ട് നടക്കരുത്. ഞാൻ പുഴയെ കുളിച്ചോളാം. നിനക്ക് കുളിക്കാനാ ഈ വെള്ളം ചൂടാക്കുന്ന? മിണ്ടാതിരിക്കെ. എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണ്ട. ഇനി മുതൽ ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി, അല്ലെങ്കിലേ വല്ല ചൊറിയും പിടിച്ച് ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി നിൽക്കവിടെ. സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. നമ്മുടെ പുഴയാ നമ്മുടെ വെള്ളമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒരാൾ പശുവിനെ വിറ്റു. വിറ്റോ? പുഴയിലെ വെള്ളം കുടിച്ച് ചത്താലൊന്ന് പേടിച്ച. ആല കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കും? വേറെന്തെങ്കിലും പണി കൂടി നോക്കണം. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ സമക്ഷത്തിലേക്ക്. ബാക്കി പറ. 2 ആയിട്ട് എഴുതണം. ഒരെണ്ണം വില്ലേജ് ഓഫീസർക്കും ഒരെണ്ണം കൃഷി ഓഫീസർക്കും. അത് അവസാനം. ഹെഡ്ലൈൻ മാത്രം മാറ്റിയാൽ മതിയല്ലോ. വില്ലേജ് ഓഫീസർ മാറ്റി പകരം കൃഷി ഓഫീസർ ആക്കിയാൽ മതി. സബ്ജക്റ്റ് ഒന്ന് തന്നെയല്ലേ? പറ. ആദിച്ചനെല്ലൂർ വില്ലേജ് ഓഫീസ് പരിധിയിൽ ഞവരൂർ കടവിന് സമീപം രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃഷി നടത്തുകയും കുന്നിടിച്ച് പുഴ മലിനപ്പെടുത്തുകയും ചെയ്യുന്ന ദിവാകര പണിക്കർക്കെതിരെ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കുടിക്കുന്ന പുഴവെള്ളത്തിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കുന്നതിനാൽ ചുവന്ന വെള്ളമാണ് ഒഴുകി വരുന്നത്. പുഴയിലെ മീനുകൾ ചത്തുപൊങ്ങുകയും ജലമലിനീകരണം മൂലം ആളുകൾക്ക് ശരീരത്ത് ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. കുട്ടികളുടെ കണ്ണുകൾ വീർത്തു വരികയും ഇന്നലെ വരെ കുടിച്ച വെള്ളം ഇന്ന് വിഷം കഴിക്കുന്നത് പോലെ ആളുകളെ അവശരാക്കുകയും ചെയ്യുന്നു. ഫ്ലൂറൈഡ് കലർന്ന ജലം മനുഷ്യനെ ദോഷകരമായി ബാധിക്കുന്നു. അതിനുള്ള കാരണം കൃഷി രീതിയിലുള്ള അശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗമാണ്. ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. നിവേദനം റെഡി. ഇനി ഇതിൽ എത്ര പേർ ഒപ്പിടും? എന്റെ ഭർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഒപ്പിടും. ടീച്ചർ വാ. ശശി, ഇതിലൊന്ന് ഒപ്പിട്ട്. ശരി. എവിടെ പോണ? വരാം. മാരി, മാരി, ഇങ്ങനെ കിടന്നുറങ്ങാതെ ഞങ്ങളുടെ കൂടെ വാ. പശുവും പോയി ആലയിൽ പണിയും കുറവായി. ഇനി നിങ്ങളോട് വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഇതിലൊരു ഒപ്പിട്. ഇത് ആർക്ക് കൊടുക്കാനാ? പരാതിയിൽ ഒപ്പിട്ടതിന് ശേഷമാണോ ആർക്ക് കൊടുക്കാനെന്ന് ചോദിക്കുന്നത്? അല്ല, അതിപ്പോ ഉറക്കത്തിനിടയില് റിലേ പോയെന്ന് പറ. നമ്മുടെ പുഴവെള്ളം കലങ്ങി വരുന്നത് കണ്ടില്ലേ? അതൊന്നും ഇല്ലാതാക്കാനാ പരാതി. ഓ, അത് ശരി. ആയിക്കോട്ടെ. എന്നാ ശരി. അപ്പൊ പറഞ്ഞോലെ അതിങ്ങതാ. ശരി സാർ, ഞാൻ ശരിയായിക്കോളാം. എന്താ
വില്ലേജ് ഓഫീസറെ കാണാൻ. സാറില്ല, താലൂക്ക് ഓഫീസിൽ പോയിരിക്കുക. എപ്പോ വരും? ഇന്നിനി നോക്കണ്ട, പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. അല്ല, എന്താ കാര്യം? അത് സാറേ, ഒരു നിവേദനം കൊടുക്കാനാ. കൊടുത്താ മതിയോ? നേരിട്ട് കണ്ട് കുറച്ച് സംസാരിക്കാനാ. എന്താ കാര്യം? ഞങ്ങളുടെ ചില ബുദ്ധിമുട്ടുകളാ പറയാനുള്ളത്. കുറച്ചൊക്കെ ഈ നിവേദനത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്കിൽ എഴുതുമ്പോ എല്ലാം കൂടെ എഴുതി കൂടായിരുന്ന? അതിങ്ങനെ നോക്കട്ടെ. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ സമക്ഷത്തിലേക്ക് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതും വിഷം കലർത്തിയ മരുന്ന് കഴിച്ച് കൃഷി ചെയ്യുന്നതും ഒക്കെ തടയാനുള്ള അധികാരം വില്ലേജ് ഓഫീസർക്കില്ലേ? മണ്ണെടുക്കുന്ന നേരായ മാർഗത്തിലല്ലെങ്കിൽ അത് തടയാൻ വില്ലേജ് ഓഫീസർക്ക് പറ്റും. പിന്നെ കൃഷിപ്പണി, അതൊക്കെ നോക്കാം ഇവിടെ കൃഷി ഓഫീസർമാരില്ലേ? കൃഷി ഓഫീസർക്കും നിവേദനം കൊടുക്കുന്നുണ്ട് സർ. അപ്പോ ഈ മണ്ണെടുക്കൽ നിർത്തി വെക്കണോ അല്ലേ? മതി സാറേ, അത് മതി. ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കാതിരുന്നാ മതി. ഞാനിത് വില്ലേജ് ഓഫീസർ ശ്രദ്ധയിൽപ്പെടുത്താം. അടിയന്തരമായി നടപടി എടുക്കാനും പറയാം. മതി, പരാതിക്ക് പരിഹാരം ഉണ്ടാക്കി തന്നാ മതി സാറേ. നിങ്ങൾ പൊക്കോ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരി സാറേ. ശരി. വാ അമ്മായി. ദിവാകര പണിക്കര് കുന്നിടിച്ചാ കുഴപ്പം, 10 നാട്ടുകാർക്ക് ജോലി കൊടുത്താ കുഴപ്പം. ഓ കഷ്ടം. അയ്യപ്പ സാറേ, അപേക്ഷ അകത്ത്. സാറേ, ഈ കൈതപ്പാടത്ത് കെമിക്കലുകളെല്ലാം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് സാറേ, വെള്ളത്തിലെ മീനുകളും തവളകളും ഒക്കെ ചത്തുപോണു സാറേ. ഇത് പറയാനാണോ ഇപ്പൊ വന്നത്? രാവിലെ 10 മണിക്ക് തുറക്കുന്ന ഓഫീസായത്, അന്നേരം വേണം ഇതൊക്കെ ഒന്ന് പറയാൻ. സാറേ, അത് ഞങ്ങള്. മതി മതി മതി, കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി അന്നേക്ക് പൊയ്ക്കോ, വേണ്ട നടപടി എടുത്തോളാം. സാറേ, വണ്ടി വന്നു. അതാ വരുന്നു. മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിയാ. കൊച്ചിന്റെ ഗ്രൂപ്പ് ഡാൻസ് കാണണം, അല്ലേ അവള് വഴക്കുണ്ടാക്കുവേ ഭാര്യയെ. നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ നിങ്ങൾ നാട്ടുകാരെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുമോ? എന്തൊക്കെ കഷ്ടപ്പാടുകളാ. ആരൊക്കെ ഇത്? ഇവിടെ ഉണ്ട്. ഇതെന്താ ഓഫീസർ ഇതുവഴി? ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, അടുത്തെങ്ങാനും വലിയ ജപ്തി നടപടികളും ഉണ്ടായിരുന്നു? മിക്കവാറും ഉണ്ടാവും. തന്റെ കുറച്ച് കുന്നുമലം ജപ്തി ചെയ്യേണ്ടി വരും. കുടിക്കാൻ എന്തെങ്കിലും എടുത്താലേ ആ തോന്നലുകളൊക്കെ അങ്ങ് മാറും. സ്കോച്ച് എടുക്കട്ടെ? താനിവിടെ സ്കോച്ച് അടിച്ചോണ്ടിരുന്നു. സ്ത്രീ ശക്തിക്കാർ ഇറങ്ങിയിട്ടുണ്ട് തനിക്കെതിരെ. അയ്യോ, അതെന്തിനാ? കാരക്കാമുറി സർവേയിലെ 11/8 എന്ന സർക്കാർ വക ഭൂമിയിലെ കുന്നുമല ഇടിച്ച് കടത്തിക്കൊണ്ടു പോകുന്ന കേസ്. അവരങ്ങനെ പലതും പറയും. മണ്ണെടുക്കാനുള്ള ഉത്തരവേ എന്റെ കയ്യിലുണ്ട്. ഉത്തരവൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിന്റെ മറവില് മാസങ്ങളായി കുന്നിടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. മണ്ണ് വെക്കണ കാശ് ഞാൻ മാത്രമുള്ള ആണോ? കണ്ടോ പറഞ്ഞു കാശിന്റെ കണക്ക് വരെ എത്തിയേ. അല്ല പിന്നെ, ഒറ്റ മാസം കൊണ്ട് കുന്നിടിച്ച് മണ്ണ് മാറ്റാന്ന് താൻ പറഞ്ഞു. അത് പിന്നെ ഈ നാട്ടുകാരുടെ ബഹളവും സമരക്കാരും ഒക്കെ കൂടി ഒച്ചപ്പാട്. പറഞ്ഞും ചെയ്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. വികസനം കൊണ്ടുവരണം. വികസനം കൊണ്ടുവന്ന് കുടി ഒഴിപ്പിക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞവരൂർ കടവ് വഴിയുള്ള പാലത്തിന് ബഡ്ജറ്റിൽ ടോക്കൺ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ MLA കൂട്ടി വകുപ്പ് മന്ത്രിയെ പോയി കണ്ടാൽ പാലം വരുമ്പോ റോഡ് വരും. റോഡിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടതാരാ? നമ്മളാ. ഇവന്റെയൊക്കെ കിടപ്പാടത്തിന്റെ മുകളിൽ കൂടി തന്നെ നമുക്കതങ്ങ് നടത്താം. ഒട്ടിക്കേ. ഇനി അങ്ങോട്ട് പോകാം. വാ.
ഒഴിഞ്ഞു പോകേണ്ടവർക്ക് നേരത്തെ പോവാം, നല്ല വില കിട്ടും. മറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആഫീസിലോട്ട് വന്നാൽ മതി. വാ. അണ്ണാ ഉടനെ മാറി കൊടുക്കേണ്ടി വരുമോ? പരാതി ബോധിപ്പിക്കാൻ ഒരു 7 ദിവസത്തെ സമയമുണ്ട്. എല്ലാം തീരുമാനിച്ചിട്ട് നോട്ടീസ് ഒട്ടിച്ചതാ, ഇനി പരാതി കൊടുത്തിട്ട് എന്തിനാ? ഇവന്മാര് മാത്രമല്ലല്ലോ ഈ നാട്ടിലുള്ളത്, വേറെ ആളുകളില്ലേ? നമ്മൾ ഇവരുടെ മോളി പരാതി കൊടുക്കും. നിങ്ങൾ എവിടെ വേണോ കൊടുക്ക്, ഒന്നും നടക്കാൻ പോണില്ലല്ലോ. ഒരു സ്ഥലം അക്വയർ ചെയ്യാൻ തീരുമാനിച്ചാൽ സർക്കാർ അത് ഏറ്റെടുക്കും. അതുകൊണ്ട് കടവ് നിവാസികളും ദിവാകര പണിക്കരും തമ്മിലുള്ള ശത്രുതയ്ക്ക് അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ നമുക്കൊണ്ട് എത്തിക്കണം. ഇതിന്റെ എല്ലാം പിന്നിൽ ആ പണിക്കരുടെ ബുദ്ധിയാ. മുമ്പം കണ്ട ഒരു സർക്കാർ ഉത്തരവുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ആ ഉത്തരവിന്റെ മറവിൽ ഇപ്പൊ പാലം വരുമെന്ന് പറയുന്നതൊക്കെ ഞങ്ങളെ പറ്റിക്കാനല്ലേ സർ? എടോ കാശി, കുന്നിടിക്കുന്നവൻ അത് ഇടിക്കും, വെള്ളത്തിൽ വിഷം കലക്കുന്നവൻ അത് കലക്കും. ചെയ്യരുതെന്ന് പറഞ്ഞാലും തെറ്റ് ആവർത്തിച്ച് ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. എതിർക്കുക, ശക്തമായിട്ട് എതിർക്കുക. ഒരു പ്രദേശത്തിന്റെ എതിർപ്പിനെ അവഗണിക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. സ്ഥലം ഏറ്റെടുക്കാൻ നോട്ടീസ് ഒട്ടിച്ച സ്ഥിതിക്ക് എത്ര വഴക്കുണ്ടാക്കിയാലും അവരത് ഏറ്റെടുക്കും. വിജ്ഞാപനം ഇറങ്ങി, നോട്ടീസ് ഒട്ടിച്ചു. ഇനി സറണ്ടർ ഫോറമായി നാട്ടുകാരുടെ അടുത്തേക്ക് വരും. പറ്റുമെങ്കിൽ അതിനു മുമ്പ് ട്രൈബ്യൂണലിലൊന്ന് പോയി കാണാം. ട്രൈബ്യൂണലിനെയോ? ഹരിത ട്രൈബ്യൂണലിനെ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കാര്യമല്ലേ, ആ വഴിക്കൊന്നും നോക്കാം. നോക്കാം സാർ, ആ വഴിക്ക് തന്നെ നോക്കാം. ജഡ്ജിനെ ചേംബറിൽ പോയി കാണണം, വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കാം. ശരി സാർ, പോട്ടെ. നീ എപ്പോഴാ അങ്ങോട്ട് പോകുന്നത്? കുറച്ച് കഴിഞ്ഞ്. കാശി, ബാലകൃഷ്ണ സാറിനെ കണ്ടായിരുന്നോ? ആ കണ്ടു. സാറ് പറയുന്നതേ ഈ സ്ഥലമൊക്കെ അറിയാൻ ഓർഡർ ആയ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹരിത ട്രൈബ്യൂണലിൽ കൊണ്ട് അപേക്ഷ കൊടുക്കണമെന്നാ. പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കാര്യമായോണ്ട് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കും. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു വക്കീൽ മുഖാന്തരം അപേക്ഷ കൊടുക്കണം. വക്കീലിനെയൊക്കെ സാർ അറേഞ്ച് ചെയ്തോളും. നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെയുള്ള എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു അപേക്ഷ ഉണ്ടാക്കി അതിൽ എല്ലാ നാട്ടുകാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മളെല്ലാം ജനിച്ച അന്ന് മുതൽ ഈ പുഴയോരത്താണ് ജീവിക്കുന്നതെന്നും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഈ കുടുംബങ്ങളുടെ എല്ലാം ജീവിതം നടക്കുന്നതെന്നും നമ്മളെല്ലാം ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിച്ചാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്നും അങ്ങനെ ട്രൈബ്യൂണലിന് നമ്മളോട് അനുകമ്പ തോന്നുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു അപേക്ഷ കൊടുക്കണം. എന്തുവാടി? അവളാ കാശിയുടെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞു പോകുന്നുണ്ടോ? ഞാൻ അജയന്റെ കാര്യം ഓർത്തു. ഞാനിവിടെ നിൽക്കുമ്പോ നീ എന്തിനാടി അജയനെ ഓർക്കുന്ന? ഒരു നല്ല കാര്യം പറയാൻ അവിടെ അജയനെ ഓർത്ത പോയിരുന്നു കറക്കട. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. നമ്മുടെ കൊച്ചി കേരളത്തിൽ വളരെയധികം കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. നാട് മലിനപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു, അതാ ഇത്രയധികം കേസ്. നമുക്ക് അനുകൂലമായ ഉത്തരവ് വരുമോ വക്കീലെ? പിന്നെ എവിടൊക്കെ പ്രകൃതി നശിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടൊക്കെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അല്ല, എപ്പോഴാ നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്? 10:30 മണിക്ക്. ഓ, കൃത്യസമയം തന്നെ. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നേരത്തെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായ സമയം അനുവദിച്ചത്. എന്നാ വാ, നമുക്ക് കയറാം. നമസ്കാരം. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഭൗതികവും രാസപരവും ജൈവികവുമായ ഘടകങ്ങളെക്കുറിച്ച് പരിശോധിക്കുവാൻ ഏർപ്പാട് ചെയ്യാം. ഞങ്ങളുടെ നാട്ടിലെ മലിനീകരണത്തിന് പിന്നിൽ ഒരൊറ്റ വ്യക്തി മാത്രമാണ് സാർ. അയാളെ എതിർത്തു നോക്കി, അയാൾക്കെതിരെ പരാതി കൊടുത്തു നോക്കി, എന്നിട്ടും പുഴ മലിനീകരണം നടക്കുകയാണ് സാർ. നാടിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കീടനാശിനികളുടെയും ഹെവി മെറ്റൽസുകളുടെയും പരിശോധനാ റിപ്പോർട്ട് വരട്ടെ. അടുത്ത സിറ്റിങ്ങിന് മുമ്പ് പരിശോധനാ റിപ്പോർട്ടുകൾ ഇവിടെ എത്തിക്കാം സാർ. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞിട്ട് വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താം. അതുപോലെ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കാണ് പ്രകൃതിയുടെ അനുഗ്രഹം കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ സർ? നിങ്ങളോടൊപ്പം ട്രൈബ്യൂണൽ ഉണ്ടാവും എപ്പോഴും. അപ്പോ ശരി. ശരി, താങ്ക് യു സർ. ഓക്കെ. ട്രൈബ്യൂണലിൽ പ്രതീക്ഷയുണ്ടോ? ഉണ്ട്.
പക്ഷെ കുറച്ചുകൂടെ നേരത്തെ കേസ് ഫയൽ ചെയ്യേണ്ടതായിരുന്നു. ക്യാമ്പ് നാളെ തീരും. ഇത്ര പെട്ടെന്നോ? വന്നിട്ട് കുറെ ദിവസമായില്ലേ. കുട്ടികളും ക്യാമ്പ് തീരുന്ന സന്തോഷത്തിലാ. ഇവിടുന്ന് പോകുന്നതിൽ ആർക്കും വിഷമയില്ലേ? നമ്മളാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു മരം നടണം. കാരണം ജലമാണ് ജീവൻ. ജലസംരക്ഷണത്തിന് വേണ്ടിയാണ് മരം നടുന്നത്. മരവും ജലവും മാത്രമല്ല, മനുഷ്യരും ഇവിടെയൊക്കെ ഉണ്ട്. വല്ലപ്പോഴും ഇത്തിരി സ്നേഹം അവർക്കൂടെ കൊടുക്കണം. വല്ലപ്പോഴും ആക്കണ്ട, സ്ഥിരമായിട്ടങ്ങ് സ്നേഹിച്ചാലോ? ചെറിയൊരു വീട്, ഗ്രാമപ്രദേശം, കൃഷിപ്പണി, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളിനെ വേണം സ്നേഹിക്കാൻ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അടുത്ത് തന്നെ നിൽപ്പുണ്ടെങ്കിലോ? അപ്പൊ പിന്നെ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. മൃദുലമാം പൂവിതൾ പോലെ സൗരഭ്യം നിന്നിൽ, പുതുമഴയിൽ തളിരില പോലെ ഒരു കുളിരായി മഴയായി നിന്നിൽ, പെയ്തിറങ്ങുവാൻ മഞ്ഞു നീർത്തുള്ളി പോലെ. നിൻമിഴിയിൽ കണ്ടു ഞാനൊരു പ്രണയത്തിൻ സാഗരം, മൃദുലമാം പൂവിതൾ പോലെ സൗരഭ്യം നിന്നിൽ. അകലെയിരിക്കുമ്പോൾ അരികത്തെത്തുവാൻ കൊതിക്കും ഈ മനസ്സിൽ, നീ അറിയാതെ സ്വന്തമായി. ഒരു നോക്കു കാണുവാൻ, ഒരു വാക്കു മിണ്ടുവാൻ, പ്രണയമാം അനുഭൂതി ഒരു നിശ്വാസമായി. ഒരു നോക്കു കാണുവാൻ, ഒരു വാക്കു മിണ്ടുവാൻ, പ്രണയമാം അനുഭൂതി ഒരു നിശ്വാസമായി. പുതുമഴയിൽ തളിരില പോലെ ഒരു കുളിരായി മഴയായി നിന്നിൽ, പെയ്തിറങ്ങുവാൻ മഞ്ഞു നീർത്തുള്ളി പോലെ, പെയ്തിറങ്ങുവാൻ മഞ്ഞു നീർത്തുള്ളി പോലെ, പെയ്തിറങ്ങുവാൻ മഞ്ഞു നീർത്തുള്ളി പോലെ. ടീച്ചറേ, എന്താ കൊച്ചാപ്പിയമ്മ അവിടെ ബഹളം? ഓ
ആ കൊച്ചിനോട് ഞാൻ 1000 വട്ടം പറഞ്ഞതാ പഴവെള്ളം കുടിക്കല്ലേ കുടിക്കല്ലേന്ന്. ആരോട് പറയാൻ? പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായി? റിസൾട്ട് കിട്ടി. വാ. നിക്ക്. നിങ്ങൾ അകത്തേക്ക് വാ. ഹലോ. എടോ പണിക്കരെ കോൾ അടിച്ചടോ. താനും ഞാനും ഒക്കെ ഇനി പ്രമാണിമാരാ. എടോ MLA കാര്യം നടത്തിയിട്ടുണ്ട്. ഇന്നോ നാളെയോ കളക്ടറുടെ ഉത്തരവുണ്ടാവും. കളക്ടറുടെ ഉത്തരവ്? വിശ്വാസം വരുന്നില്ലേ? കിട്ടാവുന്ന ഭൂമിയൊക്കെ താൻ വാങ്ങിക്കൂട്ടിക്കോ. എന്നിട്ട് കൈതച്ചക്ക വെക്കുകയോ മാങ്ങാ കൃഷി നടത്തുകയോ എന്താന്ന് വെച്ചാൽ അയക്കോ. അതിന് കീടനാശിനിയോ കെമിക്കലോ എന്ത് വേണമെങ്കിലും തളിച്ചോ. നമുക്ക് കിട്ടണം പണം, അത്രേ ഉള്ളൂ. എടോ നമുക്ക് പിന്നെ സംസാരിക്കാം. എടോ പണിക്കരെ, സന്തോഷം വരുമ്പോ അത് പങ്കുവെക്കണോടോ. എന്തിനാ പിന്നത്തേക്കാക്കുന്നേ? എന്താടോ താനൊന്നും മിണ്ടാത്തെ? ആരെങ്കിലും ചാത്തോ? എടോ ചാവാൻ ബെസ്റ്റ് മരുന്നാ തന്റെ പറമ്പിൽ തളിക്കുന്ന കീടനാശിനികൾ. എടോ എന്റെ മോളിപ്പോ ആശുപത്രിയില്ല. ഞവരൂർ കടവിലെ ക്യാമ്പിൽ വെച്ച് വിഷം കലർന്ന് വെള്ളം കുടിച്ചു. ഹലോ, വണ്ടി എടുക്ക. ഇരിക്കൂ. ജലത്തിൽ ആസിഡ് ചേർന്നാൽ pH മൂല്യം കുറയും. ഈ കുട്ടിയുടെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങൾ ഇവിടെ ക്യാമ്പിന് ചെല്ലുമ്പോ മീനും തവളയൊക്കെ ചത്തു പൊങ്ങാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടിട്ടും നിങ്ങൾ അവിടെ തന്നെ ക്യാമ്പ് നടത്തി അല്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ടീച്ചറല്ലേ? കോപ്പർ പൈപ്പുകൾ വെള്ളത്തിൽ തൊട്ടുകിടന്നാൽ ആ കോപ്പറിന്റെ അംശം വെള്ളത്തിൽ എത്തിച്ചേരും. അത് ഡേഞ്ചറാണ്. അത് മതി മീനൊക്കെ ചത്തുപൊങ്ങാൻ. അതിനേക്കാൾ മാരകമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികൾ. നിങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടില്ലേ? പണ്ട് ഉപയോഗിച്ചിരുന്ന എൻഡോസൾഫാനേക്കാളും മാരകമായ വിഷമാണ് ഈ വെള്ളത്തിൽ കലർന്നിരിക്കുന്നത്. അതിന്റെ ഭവിഷ്യത്ത് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് കുട്ടി ഇത്രയും അവശയായത്. എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുത് ഡോക്ടർ. ഞാൻ എന്ത് വേണം ചെയ്യാം. ഞങ്ങൾ കൃത്യമായി കുട്ടിക്ക് പരിചരണം കൊടുക്കുന്നുണ്ട്. ഹൈ പോയിസൺ ആയതുകൊണ്ട് മെഡിസിനോട് റിയാക്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സാറേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഹരിതമനോഹരമായ ആ ഭൂമി. സാറേ, ഇതില് എട്ട് മീറ്റർ വീതി എന്ന് പറയുമ്പോ അവിടെ നടക്കണം. ആവശ്യമുള്ള ചേർത്തോ, എല്ലാം പുറമ്പോക്ക് ഭൂമിയാ. അതെ. യുവമാരെല്ലാം കൂടെ എന്തായി കാണിക്കുന്നത്? ഈ നാട്ടിൽ ചോദിക്കാനും പറയുന്ന ആളില്ലേ? സാറേ, എന്താ സാറേ കാര്യം? ഇവിടെ പാലം വരാൻ പോണു. റോഡിന് വീതി ഉണ്ടെങ്കിലേ പാലം പണിയാൻ പറ്റൂ. പാലോ? ഇതുവഴിയോ? എന്താ ഇതുവഴി പാലം വന്ന നോക്കുകയല്ലേ? നേരത്തെ നോട്ടീസ് ഒട്ടിച്ചിരുന്നല്ലോ, കണ്ടില്ലേ? മനോജ് സംസാരം നിർത്ത്. വാ, ജോലി നോക്കാം. അങ്ങോട്ട് മാറിയില്ലേ? സാറേ, ഇവിടെ എത്ര ഭൂമി വേണമെങ്കിലും എടുക്കാം. അങ്ങ് താഴേക്ക് ചെല്ലുമ്പോഴാ ബുദ്ധിമുട്ട്. അവിടെ വഴിയിലാ വീട് കൂടിയൊക്കെ വെച്ചിരിക്കുന്നത്. അതെ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല.
അളക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പറ്റില്ല. നമ്മള് കൂടുതലൊന്നും പറയണ്ട. അളക്കാൻ പറ്റില്ല സാറേ. പാലം വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ? ആർക്ക് വേണ്ടി? മനസ്സിലാക്കേ. ഞങ്ങൾക്കൊന്നും വേണ്ടേ. ഈ സ്ഥലം അളക്കാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടാക്കാതെ. നമ്മുടെ ഈ പാലം വന്നപ്പോൾ ഒരു വികസനം ഈ പറയുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല. ആർക്ക് വേണമെന്നേ പറയുന്നത്? പാലമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ സമ്മതിക്കില്ല. അളക്കാനൊന്നും പറ്റില്ല. എന്തായി പറയുന്നത്? ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നും ഉണ്ടായിരുന്നേ. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ നാട്ടുകാർ മുഴുവൻ സംഘടിച്ച് വന്നേക്കാണ്. അതെ സാർ, ഒരുപാട് ആൾക്കാരുണ്ട്. ഉവ്വ് സാർ, സാറ് പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ, ശരി സാർ. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. MLA ആണ് വിളിച്ചത്. റവന്യൂ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ പറയാം. പാടും. ഞവരൂർ കടവ് പാലവുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പിന് എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. അതുകൊണ്ടാണ് റവന്യൂ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ഒത്തുതീർപ്പ് യോഗം ഇവിടെ വിളിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സെക്രട്ടറി നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഞവരൂർ കടവിൽ പാലം വേണം എന്നാവശ്യപ്പെട്ട് ആളുകൾ നിവേദനം കൊടുത്തത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന നിവേദനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നിങ്ങളുടെ MLA ആണ്. പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പദ്ധതി ഇത്രയും താമസിച്ചത്. വികസനത്തിന് വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. സാർ, ഞങ്ങളെ കുടിയിറക്കിയിട്ട് വേണോ വികസനം? ആരെയും മനഃപൂർവ്വം കുടിയിറക്കുന്നില്ല. ഇങ്ങനൊരു പാലം വന്നാൽ കാഞ്ഞിരപ്പറ്റം പള്ളിയിലേക്കും ശബരിമലയിലേക്കും പോകുന്നവർക്ക് 38 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാം. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? ഈ പാലം ഉണ്ടെങ്കിൽ 1-2 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾ MC റോഡിൽ എത്തില്ലേ? ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ അങ്ങനെ എവിടെ വേണമെങ്കിലും വേഗത്തിൽ നിങ്ങൾക്ക് എത്താം. പിന്നെതിനെ എതിർക്കുന്നത്? വീട് നഷ്ടപ്പെടുന്ന 45ഓളം കുടുംബങ്ങൾ എങ്ങോട്ട് പോകും? വീട് നഷ്ടപ്പെടുന്നവർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുണ്ട്. അതൊന്നും നിങ്ങൾക്കറിയില്ലേ? എവിടേക്കാണ് സാർ പുനരധിവസിപ്പിക്കുന്നത്? സ്വന്തം മണ്ണ് ജീവിക്കുന്ന സുഖം അവിടെ കിട്ടുമോ? അതിനുവേണ്ടി സർക്കാർ പ്രത്യേക സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അക്കരെ നിന്ന് ആദ്യം ഭൂമി എടുക്കട്ടെ. അപ്പുറം ആൾ താമസമൊന്നുമില്ലല്ലോ. ഭൂമി തരാൻ ഉടമകൾ സമ്മതിച്ചിട്ടുമുണ്ട്. അതിപ്പോ വേണമെങ്കിലും എടുക്കാം. സർ, ഇതെല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാലത്തിന്റെ പേരിൽ ഈ പാവങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ കുന്നിടിക്കാനും മണ്ണെടുക്കാനും ഒക്കെ വളരെ എളുപ്പം അല്ലേ സർ? ഒന്നും മല ഇടിച്ച് മണ്ണ് കൊണ്ടുവന്നിപ്പോ നിർത്തിവെച്ചിരിക്കല്ലേ സർ? അത് താൽക്കാലികമല്ലേ? ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ എതിർക്കാൻ ആളില്ലാതെ വരും. അപ്പൊ പിന്നെ അവർക്ക് വീണ്ടും എടുക്കാമല്ലോ. പാലത്തിന്റെ പേരിൽ ഭൂമി ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കണം സർ. ഈ പ്രദേശത്തിന് ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കണം. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. എന്നാലും പാലത്തിന് അനുവദിച്ചു കിട്ടുന്ന ഫണ്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ വിനിയോഗിക്കണമെങ്കിൽ ഈ പാലം വന്നേ പറ്റൂ. സർ, ഞങ്ങളാരും വികസനത്തിനെതിരല്ല. പാലം വന്ന ഒരു ബസ് സർവീസ് പോലും ഉണ്ടായേക്കാം. പക്ഷേ ഇവരെവിടെ പോയി താമസിക്കും? ഈ നാട്ടിൽ തന്നെ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള ഭൂമിയിൽ ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കും. വേണ്ട, ഫ്ലാറ്റ് ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഈ മണ്ണിൽ തന്നെ ജീവിച്ചാൽ മതി അല്ലേ? മണ്ണിന് ജീവൻ നൽകുന്നവരെ ഫ്ലാറ്റിലേക്ക് മാറ്റണോ സാർ? മണ്ണിരെയും കുഴിയാനും ചുറ്റിലും ഇല്ലാത്തതുകൊണ്ടാണ് സർ മെട്രോ നഗരങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ജീവനില്ലാത്ത മണ്ണിൽ നീരുറവ ഉണ്ടാകുന്നില്ല. മഴ പെയ്താൽ ഒഴുകി പോകാൻ സ്ഥലവും ഇല്ല. ലിഫ്റ്റിൽ കുടുങ്ങി മരിക്കാനായിട്ട് ഇതുങ്ങളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകണോ സർ? ശരി, ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട. പുഴക്കരയിൽ മറ്റൊരിടത്ത് ഭൂമി കണ്ടെത്തി തരാം. പിന്നെ സർക്കാർ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കാനേ എന്നെ കൊണ്ട് പറ്റും. അപ്പൊ ശരി. താങ്ക് യു. ആശാന്റെ അടുത്തുനിന്ന്. അന്നൊക്കെ ആശാനും ശിഷ്യനും കൂടെ പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ. പിന്നെ സാറും കുട്ടിയായി. ആശാനെ എന്ന് വിളിച്ചെടുപ്പതാ സാറേ എന്ന് വിളിക്കും. ഇപ്പം അത് മാറി മേം എന്ന് വിളിക്കും. വരയ്ക്കൂ ബേബി, എഴുതേൽക്കൂ ബേബി, അങ്ങനെ പിന്നെ മാറി. അതെ, ഇതൊക്കെ മാറി മാറി വരൂന്ന് അറിഞ്ഞോണ്ടാ നിന്റെ അച്ഛൻ നേരത്തെ പഠിത്തം നിർത്തിയത്. അതിനച്ഛൻ കഥകളി പഠിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തായി? നിന്നെ കെട്ടി ഇന്നാട്ടിലേക്ക് കെട്ടിയെടുത്തപ്പോഴേ എൻ്റെ കലയും കഥകളിയൊക്കെ പോയടി. പിന്നെ
നീ എല്ലാം കൂടി MLA കാണുന്നുണ്ടോ വില്ലേജ് ഓഫീസറെ കാണുന്നുണ്ടോ ഒരു കാര്യമില്ല. ഈ നാട്ടിൽ നമ്മളൊക്കെ പോയേ പറ്റൂ. മാറണോ വേണ്ടേന്ന് നിങ്ങളുടെ സാറന്മാരല്ലേ തീരുമാനിക്കുന്നത്? വേണ്ട, ഞാനൊരു കാര്യം പറയാം. ഇന്നാട്ടി കിടന്ന് എന്റെ മോളെ ഭാവികളെ ഞാനില്ല. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമായത്. ഇവിടെ വളർന്നു എന്ന് പറഞ്ഞ് മോളുടെ ഭാവി ഒന്നും പോവില്ല. എടി, നീ ജനിച്ച് വളർന്ന സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ പോവല്ലേ? അതെ, നമുക്ക് എന്റെ വീട്ടിൽ പാടി ഒന്ന് തട്ടി മിനിക്ക് എടുത്താ പോരെ? ആദ്യം തട്ടി മിനിക്ക് എടുക്ക്, എന്നിട്ട് തീരുമാനിക്കാം പോകണോ വേണ്ടയോ എന്ന്. പഠിപ്പിക്കുന്ന സാറുമാരെ ഇനി മുതൽ ആശാനെന്ന് വിളിക്കാം അല്ലേ അച്ഛാ? മീറ്റിംഗ് നടന്ന കാര്യമല്ലേ ഞവരൂർ കടവ്? അതെ സാർ, സാറിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതവും അറിയാം. അതല്ല സർ, സാറിന് അറിയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ജലമലിനീകരണം അല്ലേ? അതെ സർ. ദിവാരപ്പണിക്ക് കുന്നിടിച്ച് മണ്ണെടുക്കേണ്ടത് സാർ. കെമിക്കലുകൾ സ്പ്രേ ചെയ്ത് കൃഷി ചെയ്യുമ്പോൾ ആ വിഷങ്ങൾ കംപ്ലീറ്റ് പുഴയിലേക്കാണ് സാർ ഒഴുകുന്നത്. ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല സാർ. പാലത്തിന് അനുമതി കിട്ടിയത് ആദ്യം പറഞ്ഞ ദിവാകര പണിക്കർ. ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുമായി ചേർന്ന് ദിവാകര പണിക്കർ വാങ്ങിക്കഴിഞ്ഞു സർ. കാശുള്ളവര് മാത്രം ജീവിച്ചാൽ മതിയോ സാറേ? ഇതൊന്നും സ്ഥലം ഏറ്റെടുപ്പ് തടയാൻ മതിയായ കാരണമൊന്നും അല്ല. ജലവും മണ്ണും നഷ്ടപ്പെടുന്നതിൽ എനിക്കും വിഷമമുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ ആ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന് എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. അലൈൻമെന്റിന്റെ മാറ്റം വരുത്തിക്കൂടെ സാർ? റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ പാലത്തിനെ ബാധിക്കില്ലേ? മറ്റൊരു വഴിയിലൂടെ പാലത്തിൽ എത്താനും സാധിക്കില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കെമിക്കലുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവിറക്കാം. ഹരിത ട്രൈബ്യൂണലിൽ നിന്നും അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടാൻ സാധ്യതയുണ്ട്. മതി, അതിങ്ങു കൊണ്ടുവാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ, അതുപോലെ കടവിലെ ജലം കുടിച്ച് കോളേജ് കുട്ടി ആശുപത്രിയിലായിട്ടുണ്ട്. പുഴവെള്ളം കുടിക്കുകയോ? വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച പുഴവെള്ളമാണ് സർ കുട്ടികൾ കുടിച്ചത്. എന്നിട്ടും ആ വെള്ളം കുടിച്ച കുട്ടി ആശുപത്രിയിലാവണമെങ്കിൽ എന്തുമാത്രം വിഷമാണ് അതിനകത്ത് കലർന്നിരിക്കുന്നത്? ആദ്യം അതിന്റെ റിസൾട്ട് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. എനിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ പോയിക്കോ. എന്നാ വാ. നിങ്ങൾ പരിശോധിക്കാൻ കൊണ്ടുവന്നത് കുടിവെള്ളമോ അതോ കെമിക്കലോ? കുടിവെള്ളം. കുട്ടികൾ ഈ വെള്ളം കുടിച്ചത്. 60% കെമിക്കൽ കലർന്ന വെള്ളമായത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് ചെയ്യണം.
സാറേ എന്റെ മോള് എന്തിനാ സാറേ എനിക്ക് ഇങ്ങനെ വന്നത്? ഇതൊന്നും നമ്മളല്ലല്ലോ പണിക്കരെ തീരുമാനിക്കുന്നത്. ശരിയാ, ഒരുപാട് പേരെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്റെ മോള് ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ ഞാനിനി ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? എന്റെ മോള് ശരികളാണ് എപ്പോഴും സത്യം. ഞാൻ ഇത്രയും കാലം തെറ്റുകാരനായിട്ട് മാത്രമാണ് ജീവിച്ചത്. അജയ, നിനക്കും ഒരു മോളാണുള്ളത്. എന്റെ ഗതി ഒരിക്കലും നിനക്കുണ്ടാവരുത്. എനിക്കെൻ്റെ മഞ്ജുല വിശ്വാസമാണ്. കാശിയെക്കുറിച്ചും അവളെക്കുറിച്ചും പലരും പലതും പറഞ്ഞ് എന്നെ ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ദേഷ്യത്തിന് ഞാനും എന്തൊക്കെയോ തിരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ അഴുക്കൊണ്ടായിരിക്കാനാണ് നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടതെന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് ജീവിക്കേണ്ട കാശി. അതിന് അജയൻ തിരഞ്ഞെടുത്ത വഴി തെറ്റായിപ്പോയി. അജയൻ എങ്ങനെ വേണേൽ ജീവിക്കാം, പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് അജയൻ തന്നെ തീരുമാനിക്കണം. ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഞാനിനി എങ്ങനെ ജീവിക്കും? ഈ നാട് മുഴുവൻ ഞാൻ മലിനപ്പെടുത്തിയില്ലേ? ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ വെറുപ്പിച്ചില്ലേ? ഇവിടം വിട്ടു പോയിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ തന്നെ ജീവിക്കണം, ശരി ചെയ്ത് ജീവിക്കണം. അപ്പോൾ ഈ നാടും നാട്ടുകാരും അജയന്റെ കൂടെ തന്നെ കാണും. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു മരം നടണം. അങ്ങനെ ആകുമ്പോൾ ഈ പരിസ്ഥിതിയും ജലവും ഒക്കെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം. പറഞ്ഞതൊക്കെ മോക്ക് മനസ്സിലാവുന്നുണ്ടോ?
പോയില്ലേ? നമ്മൾ എവിടെ പോവാനാ? ഇതല്ലേ നമ്മുടെ നാട്. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് കഥ കേൾക്കാം. ഒരിടത്തൊരിടത്ത് ഒരു രാജാവിന്റെ കഥ. വെറൊരു രാജാവിന്റെ കഥയല്ല, പിന്നെ ക്രൂരനായ ഒരു രാജാവ്, നല്ലവനായ കഥ. ഉം? ഉം.